എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ആയില്യം നക്ഷത്രത്തിൻ്റെ പ്രധാന അർത്ഥം തന്നെ സർപ്പങ്ങളുടെ നക്ഷത്രം എന്നാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ തന്നെ സംശയദൃഷ്ടിയോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരാണ്. കാര്യക്ഷമമായി ലക്ഷ്യം നേടാനും ഇവർക്ക് കഴിയും. സ്ത്രീകളാണെങ്കിൽ ഗൃഹഭരണത്തിലും നേതൃത്വത്തിലും കഴിവുള്ളവരുമായിരിക്കും. ഇവരുടെ ലക്ഷ്യത്തെ നേടാൻ വേണ്ടി ഇവർ ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറാവും. ജീവിതത്തിൽ പലപ്പോഴും ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായി ഉയർന്ന നിലയിലായിരിക്കും ഇവർ കൂടുതലും കാണപ്പെടുക. അസാമാന്യമായ ധൈര്യവും സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യങ്ങളും എന്തും നേടിയെടുക്കാനുള്ള ഉത്സാഹവും സാമർഥ്യവും ഒക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. കൂടുതൽ പേരും സ്വാർത്ഥത നിറഞ്ഞവരായിരിക്കും. എവിടെയും ഇടിച്ചു കയറാനും വാക്ചാതുര്യത്തോടു കൂടി പെരുമാറാനുമുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകമായി തന്നെയുണ്ട്. ഇത്തരത്തിലുള്ളവർ പലപ്പോഴും ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് വീഴുമെങ്കിലും അവരായി തന്നെ അതിൽ നിന്ന് മോചിതരായി പോരുകയാണ് ചെയ്യുക. കലകളിൽ താല്പര്യമുള്ളവരായിരിക്കും. ചിലർക്ക് സംഗീതത്തിലും താല്പര്യം കാണാം, ചിലർക്ക് സാഹിത്യത്തിലും താല്പര്യം കാണാം. യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ അസൂയ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും മറ്റൊരാൾ നേടിയെന്നറിഞ്ഞാൽ ഇവർക്ക് അവരോട് വല്ലാത്ത തരത്തിലുള്ള ഒരു അസൂയ തോന്നാറും അതിനെതിരായി ഇവരുടെ മാനസികമായി തന്നെ ഇവർ ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്യുന്നവരുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി ഇവർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തു കാര്യത്തിനും ഉടനെ തന്നെ പ്രതികരിക്കുകയും ഇവരുടേതായ ഒരു തീരുമാനത്തിലെത്തിക്കാനുമുള്ള പ്രത്യേകതരം കഴിവ് ആയില്യം നക്ഷത്രക്കാർക്കുണ്ട്. പൂരം, അത്തം, ചോതി, അവിട്ടം കുംഭരാശിയിൽ, ചതയം കുംഭരാശിയിൽ വരുന്ന പൂരുരുട്ടാതി എന്നിവയാണ് ഇവരുടെ പ്രതികൂലമായ നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഇവർ നല്ല കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും ചെയ്യണം. ഇനി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പലപ്പോഴും അവരാഗ്രഹിക്കുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി ആയിരിക്കില്ല ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിൽ ഇവർ പല ബുദ്ധിമുട്ടുകളും സഹിച്ച് വളരെ ബുദ്ധിമുട്ടി മുന്നിട്ട് പോകുന്നവരായിരിക്കും. ആവശ്യമില്ലാത്ത രീതിയിൽ പങ്കാളിയെ സംശയിക്കുന്നത് തന്നെ ഇവർ ഒഴിവാക്കിയാൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുവിധം സന്തോഷങ്ങൾ തന്നെ വന്നു ചേരും. ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും ദശാപഹാരങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. ഇവരുടെ ദേവത സർപ്പവും അധിപൻ ബുധനും മൃഗം കരിമ്പൂച്ചയും പക്ഷി ചെമ്പോത്തും വൃക്ഷം നാഗവും ഭൂതം ജലവും ഗണം അസുരഗണവും യോനി പൂച്ചയും നാഡി അന്ത്യവും ചിഹ്നം സർപ്പവുമായി വരുന്നു. അപ്പോൾ നമ്മുടെ ആയില്യം നക്ഷത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു നക്ഷത്രവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.